നമസ്കാരം. രാഷ്ട്രീയ മാറ്റങ്ങൾ, മുന്നണി മാറ്റങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങളെ ആശ്രയിച്ചായിരിക്കും. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു, വിജയപരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം എത്രത്തോളം കനത്തതാണ് എന്ന് LDF മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, അവരിതുവരെയും തോറ്റിട്ടില്ല എന്നുള്ളതാണ്. അതവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ളവർക്കെല്ലാം അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇവിടെ പരാജയത്തിന് ശേഷം രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയപരമായിട്ട് മുന്നണി മാറ്റങ്ങൾ എന്നുള്ളത് ഉണ്ടാകാറുണ്ട് അല്ലേ? മുന്നണി വികസനങ്ങൾ നടത്താറുണ്ട്, മുന്നണി മാറ്റങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ജോസ് കെ മാണിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. എപ്പോഴും പല മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഇവിടെ കേരള കോൺഗ്രസ് M, അതായത് ജോസ് കെ മാണി വിഭാഗത്തിനാണ് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നത്. ജോസ് കെ മാണിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ UDF-ലേക്ക് ക്ഷണിക്കുന്നു എന്ന് UDF-ന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞതടക്കം തൊട്ടാണ് ഇതിന്റെ ഒരു മുന്നണി മാറ്റ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ അതേസമയം അത്തരത്തിലൊരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ, അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് UDF-ൽ തന്നെയുള്ള കേരള കോൺഗ്രസ്സുകാരനുണ്ട് PJ ജോസഫ്. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ മുന്നണി വികസനത്തിന് അജണ്ടയിലുള്ള കാര്യമാണോ? അല്ല. അടിത്തറ നഷ്ടപ്പെട്ടവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇങ്ങനെയൊക്കെയാണ് PJ ജോസഫ് പറയുന്നത്. അപ്പോ ജോസിനെ ക്ഷണിക്കാനുള്ള നീക്കത്തിന് തുടക്കത്തിൽ തന്നെ PJ ജോസഫ് ഒരു തടയിടുകയാണ്. മുന്നണി മാറ്റ വാർത്തകൾ എന്ന് പറയപ്പെടുന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട തരത്തിലേക്ക് വരെ ജോസ് കെ മാണിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ എന്നുള്ളതാണ്. കേരള കോൺഗ്രസിൽ തന്നെ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന M, ജോസ് കെ മാണി വിഭാഗം LDF-ൽ തന്നെ തുടർന്നോളാമേ എന്ന് മുഖ്യമന്ത്രിയോട് കേണപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. UDF-ലേക്ക് ഇല്ല എന്ന നിലപാട് ജോസ് കെ മാണിയും കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് അടുപ്പിക്കില്ല എന്ന് PJ ജോസഫും വ്യക്തമാക്കിയതോടെ കേരളത്തിലെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് താൽക്കാലികമായിട്ടുള്ള വിരാമം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ മുന്നണി മാറ്റ ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് താൽക്കാലിക വിരാമം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അർദ്ധവിരാമം മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ മാറി മറിഞ്ഞേക്കാം. നമുക്കറിയാമല്ലോ, മാർച്ച് 15 അല്ലെങ്കിൽ മാർച്ച് അവസാനത്തോടു കൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 1-2 മാസത്തിന് മുൻപ് തന്നെ രാഷ്ട്രീയപരമായിട്ട് മുന്നണി മാറ്റ ചർച്ചകൾ ഇനിയും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും സംശയവുമില്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മുൻകൈ എടുത്ത് ജോസ് കെ മാണിയെ UDF-ലേക്ക് ക്ഷണിക്കുവാനുള്ള ശ്രമം അത് വളരെ ഊർജിതമാക്കി എടുത്തപ്പോഴാണ് PJ ജോസഫ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ. മുന്നണി വികസനം എന്ന് പറയപ്പെടുന്നത് അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ് എന്നും അടിത്തറ നഷ്ടപ്പെട്ടു പോയവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജോസ് കെ മാണിക്ക് ഒരു മറുപടി പോലും പറയേണ്ട സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് PJ ജോസഫ് വ്യക്തമാക്കുന്നത്. ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുക മാത്രമാണ് UDF-ന്റെ ലക്ഷ്യമെന്നും മുന്നണി വികസനം ആദ്യം ചർച്ച ചെയ്യേണ്ടത് UDF-ൽ മാത്രമാണ് എന്നും ഇതുവരെ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല എന്നും ജോസഫ് പറയുമ്പോൾ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ ജോസ് കെ മാണിയെ മധ്യ കേരളത്തിന്റെ ശക്തിയാക്കാമെന്ന് കരുതി ക്ഷണിച്ചതാരാണ്? UDF-ന്റെ കൺവീനറാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള കൺവീനറാണ്. UDF-ൽ ചർച്ച ചെയ്യപ്പെടാതെ എങ്ങനെയാണ് ഒരു മുന്നണി വികസനം സാധ്യമാകുക? ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തണം. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നണി വികസനം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ അത് UDF-ൽ ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ജോസഫ് പറയുമ്പോൾ അതിൽ വിശ്വസിക്കപ്പെടേണ്ടതാണ്. ഇതുവരെ അത്തരത്തിലൊരു ചർച്ച നടന്നില്ല. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പറയുന്ന പലതിനും ഞങ്ങൾ UDF-ലേക്ക് ഇല്ല, ഞങ്ങൾ LDF-ൽ തന്നെ തുടരും, ഞങ്ങൾക്ക് LDF-ൽ തുടരുന്നതാണ് വളരെ കൺവീനിയന്റ് എന്ന് പറയപ്പെടുന്ന ജോസ് കെ മാണിക്ക് എന്തിനൊരു മറുപടി കൊടുക്കണം? അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക് എന്തിനൊരു മറുപടി കൊടുക്കണം? അതിന് മറുപടി അർഹിക്കുന്നതല്ല എന്നാണ് PJ ജോസഫ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായ കേരള കോൺഗ്രസ് M-ന് വേണ്ടിയിട്ട് ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് UDF എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എപ്പോൾ വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കാമെന്ന് നേതാക്കൾ ജോസ് കെ മാണിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-ലേക്ക് ഇല്ല എന്നുള്ള നിലപാടിലേക്ക് ജോസ് കെ മാണിക്ക് എത്തേണ്ടി വന്നിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ജോസ് കെ മാണിക്ക് ഈ സാഹചര്യത്തിൽ എന്തായാലും ഇങ്ങോട്ട് വരണമെങ്കിൽ PJ ജോസഫിന്റെ സഹായമില്ലാതെ വരാൻ കഴിയില്ല. PJ ജോസഫ് പാലം ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഉടൻ UDF-ലേക്ക് എത്തുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷേ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അതായത് ജോസഫിനെ മെരുക്കുക, ജോസഫും ജോസ് കെ മാണിയും തമ്മിൽ ഒരു സമവായ ചർച്ചയിലെത്തുക, അതിനുശേഷം മാത്രമേ ഈ പറയുന്ന ഒരു അലയൻസ് ഉണ്ടാകുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറയപ്പെടുന്ന കനത്ത തിരിച്ചടി അല്ല എന്നുള്ള പാർട്ടി വിലയിരുത്തലിലേക്ക് ജോസ് കെ മാണി എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിൽ സജീവമായിട്ടുള്ള പാർട്ടിയുടെ ഈ മുന്നണി മാറ്റ ചർച്ചയൊക്കെ
പാർട്ടി നേതാക്കൾക്കും അണികൾക്കും ഒക്കെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തി. UDF-ലേക്ക് പോവുകയാണോ എന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മുന്നണി മാറ്റമില്ല എന്ന് പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി തന്നെ നേതാക്കളെ അറിയിക്കുന്നു. സംസ്ഥാനം ഒട്ടാകെയുള്ള അണികളെയൊക്കെ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു. 5 കൊല്ലം മുമ്പ് UDF അപമാനിച്ചിറക്കി വിട്ടതാണ് എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ പാർട്ടിയെ അപമാനിച്ചിറക്കി വിട്ട സ്ഥലത്തേക്ക് തിരികെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ജോസ് കെ മാണിയെ കാണുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി അറിയാത്തൊരു കാര്യമുണ്ട്. ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്നവരിൽ തന്നെ ഒരു വലിയ വിഭാഗം നിങ്ങളെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ LDF വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇനി അഥവാ ജോസ് കെ മാണി വന്നില്ലെങ്കിൽ കൂടിയും അവർ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് ചേക്കേറും. അത് ചിലപ്പോൾ PJ ജോസഫിനോടൊപ്പമായിരിക്കും. അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഉണ്ടാക്കി അതിനകത്ത് അവർ അവരുടെ അധികാരം പങ്കിടാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് ഈ റോഷി അഗസ്റ്റിൻ ആണെങ്കിലും ജയരാജ് ആണെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന അണികളാണെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അവർ ചിലപ്പോൾ UDF-നോടൊപ്പം പോയേക്കാം, കോൺഗ്രസിനുള്ളിൽ എത്തിയേക്കാം. ഇത് അറിയാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് ജോസ് കെ മാണി മാത്രമാണ്. ബാക്കി എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, മുന്നണി മാറ്റ ചർച്ചകൾ സജീവമാക്കി നടത്തുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ഈ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുമ്പോഴും എതിർക്കുന്നത് PJ ജോസഫ് മാത്രമാണ്. ശക്തി ക്ഷയിച്ച കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ട എന്ന് തന്നെയാണ് PJ ജോസഫ് UDF നേതാക്കളെ അറിയിക്കുന്നത്. PJ ജോസഫിനെയും കടന്നാക്രമിക്കുകയാണ് ജോസ് കെ മാണി പലപ്പോഴും ഇവിടെ നടത്തിയിട്ടുള്ളത്. കാരണം മുന്നണി പ്രവേശം കേരള കോൺഗ്രസ് എം തള്ളുമ്പോഴാണ് PJ ജോസഫിനെ കടന്നാക്രമിക്കപ്പെടുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറല്ല, അല്ലെങ്കിൽ ഞങ്ങൾ LDF-ൽ തന്നെ നിൽക്കാൻ പോവുകയാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ജോസ് കെ മാണി പറയുമ്പോൾ ജോസ് കെ മാണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2006, 2011 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന, അന്ന് മന്ത്രിയായിരുന്ന ശ്രീ PJ ജോസഫ് ആ മന്ത്രി പദവിയും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന MLA-മാരെയും അണികളെയും എല്ലാ ആലങ്കാരിക പദവികളും ആടയാഭരണങ്ങളും ഒക്കെ അവിടെ അഴിച്ചു വച്ച് ഉപേക്ഷിച്ചിട്ടാണ് LDF-ൽ നിന്നും UDF-ലേക്ക് ചേക്കേറുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് KM മാണി ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചിരുന്ന വിശാല കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ PJ ജോസഫ് മന്ത്രി പദവിയൊക്കെ വലിച്ചെറിഞ്ഞ് KM മാണിയോടൊപ്പം ചേർന്നത്. പക്ഷേ അവിടെയും ചതിക്കപ്പെട്ടു എന്നാണ് PJ ജോസഫ് പറയപ്പെടുന്നത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുകയും UDF-നോടൊപ്പം തോളോട് തോൾ ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നു, പരാജയത്തിലാണെങ്കിലും വിജയത്തിലാണെങ്കിലും. അങ്ങനെയുള്ള PJ ജോസഫിനെ തള്ളിക്കളയുവാൻ എന്തായാലും കോൺഗ്രസിനും UDF-നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം പറയുന്ന ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ നമുക്ക് നമ്മുടെ മുന്നണിയിൽ എടുക്കേണ്ടതുണ്ടോ, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ഗൗരവത്തോടു കൂടി UDF-ന് കാണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇപ്പൊ UDF പലപ്പോഴും ബാക്കിയുള്ള പലരെയും മുന്നണി പ്രവേശനത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് കേരള കോൺഗ്രസ് എം. CPI ക്ഷണിക്കുന്നുണ്ട് മുന്നണിയിലേക്ക്. ഇപ്പോൾ ഈ മാസം 22-ന് മുന്നണി വിപുലീകരണം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് UDF യോഗം തന്നെ വിളിച്ചിരിക്കുകയാണ്. അതിനകത്തറിയാം ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നത്, ആരെയൊക്കെയാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്. എന്നാൽ മുന്നണി വിടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉറപ്പ് നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ വിവാദങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ജോസ് കെ മാണി മുഖ്യമന്ത്രി കണ്ടിരുന്നു. മുന്നണി മാറ്റ വാർത്തകൾ എന്ന് പറയപ്പെടുന്ന മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു UDF നേതാക്കളുമായിട്ടും ഒരു തരത്തിലുള്ള ചർച്ചയോ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറഞ്ഞ് കാല് പിടിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ജോസ് കെ മാണിയെ കൊണ്ടെത്തിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് പറയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പറയുന്ന കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്നത് LDF-ൽ നിന്ന് പോകില്ല, LDF-ന്റെ ഭാഗമായി തന്നെ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള മധ്യ കേരളത്തിൽ തിരിച്ചു വരാനാകുമെന്നുള്ള ആത്മവിശ്വാസം കൂടി പിണറായി വിജയന് സമ്മാനിക്കുകയായിരുന്നു ജോസ് കെ മാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിടുമെന്ന രീതിയിലുള്ള ചർച്ചകൾ വളരെ ഗംഭീരമായിട്ട് ഉയർന്നു കേട്ട സാഹചര്യമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ അവിശ്വസിക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് CPM-നെ എത്തിച്ചതും ഈ ജോസ് കെ മാണിയുടെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പരാജയപ്പെട്ടു എന്നുള്ളത് ഇന്നും മനസ്സിലാക്കാത്തത് ഇടതുമുന്നണിയും CPM-ഉം മാത്രമാണ്. ബാക്കി എല്ലാവർക്കും ഘടകകക്ഷികൾക്കെല്ലാം മനസ്സിലായി അവർ പരാജയപ്പെട്ടു എന്നുള്ളത്. ഇന്ന് വരെയും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്ക് വോട്ട് ഷെയർ കൂടുതലാണ്, ഞങ്ങളുടെ സീറ്റുകൾ കുറഞ്ഞിട്ടില്ല എന്നൊക്കെ വാദിക്കുന്ന CPM-കാരനെ കാണുമ്പോൾ തലയ്ക്ക് ഓളം തട്ടിയവരാണോ ഇവരെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു. അങ്ങനെയുള്ള ചില അന്തം കമ്മികൾ മാത്രമാണ് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന്. അതിന്റെ കൂട്ടത്തിൽ മാത്രമാണ് ഈ പിണറായി വിജയനും ഒക്കെ ഉൾപ്പെടുന്നത് എന്ന് മാത്രം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിലെ തിരിച്ചടിക്ക് പിന്നാലെ
കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ വിടുമെന്നും പാർട്ടിയെ UDF-ൽ എത്തിക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സജീവ ചർച്ചയും നീക്കവും ഒക്കെ നടക്കുന്നതായിട്ടൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ അതിനെ പാടെ തള്ളുകയാണ് ജോസ് കെ മാണി ചെയ്തത്. കേരള കോൺഗ്രസ് എമ്മിന് ഒരൊറ്റ നിലപാട് മാത്രമാണ് ഉള്ളതെന്നും അത് ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നും ജോസ് കെ മാണി പറയുന്നുണ്ട്. സംഘടനാപരമായിട്ട് കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. പാലായിലടക്കം മധ്യകേരളത്തിൽ തിരിച്ചടി എന്ന് വിലയിരുത്താനാകില്ല എന്നുള്ള ഒരു സാമാന്യ മര്യാദയിലേക്കും സാമാന്യ ബുദ്ധിയിലേക്കും അദ്ദേഹം എത്തുന്നു എന്ന് പറയപ്പെടുമ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, തൊടുപുഴയിൽ ജോസഫ് വിഭാഗം ജയിച്ചത് 2 ഇടത്ത് മാത്രമല്ലേ എന്ന് ചോദിച്ച് ആ വീമ്പടിക്കുന്നവരുടെ വായടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലൊന്നും കാര്യമില്ല ജോസഫ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ജോസ് കെ മാണിയോട് പറയാൻ ഒന്നേ ഉള്ളൂ, മിസ്റ്റർ ജോസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന KM മാണിയുടെ പാർട്ടി പാലായിലും കോട്ടയത്തും മറ്റു പാർട്ടികളെയൊക്കെ കവച്ചു വെച്ച് അവരുടെ വിജയഗാഥ തുടർന്നവരായിരുന്നു മാണി ഉണ്ടായിരുന്ന കാലത്ത്. അതിനുശേഷവും ഉണ്ടായിരുന്നു കുറച്ചു കാലം. പക്ഷെ അതിനുശേഷം ജോസ് കെ മാണിയുടെ നേതൃത്വം പലപ്പോഴും പാലായിലും കോട്ടയത്തുമൊക്കെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ അല്ലെങ്കിൽ പഴയ മാണി വിഭാഗത്തിന്റെ ആ ഒരു ആഢ്യത്വം, അവരുടെ വല്ലാതെയുള്ള കുതിച്ചുകയറ്റമൊക്കെ ഇല്ലാതാക്കിയിരുന്നു. പരാജയം സമ്മതിച്ചു കൊടുക്കേണ്ടി. പാലായിലൊക്കെ നിങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി. കോട്ടയത്ത് നിങ്ങളില്ലെങ്കിലും ഈ പറയുന്ന UDF-ന് വിജയിച്ച് കയറാനാകുമെന്നുള്ളത് അവർ നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനിയെങ്കിലും അതുകൊണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. നിലവിൽ ഇടതുമുന്നണി വിടേണ്ട സാഹചര്യമില്ല എന്ന് പറയപ്പെടുന്ന കേരള കോൺഗ്രസ് ഇന്നല്ലെങ്കിൽ നാളെ ഈ LDF വിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഈ മാണി വിഭാഗത്തെ മുന്നണിയിൽ എത്തിച്ചാൽ അത് ഗുണം ചെയ്യുന്നത് UDF-നായിരിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ആ വിലയിരുത്തൽ ജോസ് കെ മാണി കൂടെ ഉണ്ടെങ്കിൽ 100 സീറ്റെങ്കിലും UDF-ന് ലഭിക്കുമെന്നുള്ള ഒരു മുന്നണിയുടെ കാഴ്ചപ്പാടാണ്. പക്ഷെ ആ മുന്നണിയുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ജോസ് കെ മാണി ഇല്ലെങ്കിലും അവർക്ക് 80 മുതൽ 90 വരെ സീറ്റുകൾ നേടുന്ന തരത്തിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചിട്ടില്ല എന്നുള്ള ജോസഫിന്റെ വാദത്തിനോട് കൂടി യോജിക്കേണ്ടി വരും. ഒന്നുകിൽ ജോസ് കെ മാണി വരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഡിമാൻഡുകളും ഇല്ലാതെ ആയിരിക്കണം. ഒരു അൺകണ്ടീഷണലായിട്ട് വേണമെങ്കിൽ മാത്രമേ ജോസ് കെ മാണിക്ക് ഇതിനകത്തേക്ക് UDF-നകത്തേക്ക് വരാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ നിലയിൽ UDF ശക്തമാണ്, അവർക്ക് വിജയിച്ചു കയറാൻ കഴിയും, അത് നിങ്ങളില്ലെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അധികാരം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോസ് കെ മാണിക്കും വിഭാഗത്തിനും അധികാരം വേണമെന്നുണ്ടെങ്കിൽ ജോസഫിനോടൊപ്പം കൂടുക, അവരോടൊപ്പം ഒരു കേരള കോൺഗ്രസ് ആയി, ഒരു വിശാല കോൺഗ്രസ് ആയി കേരള കോൺഗ്രസ് ആയിട്ട് മാറുക, എന്നിട്ട് കോൺഗ്രസിനോടൊപ്പം നിന്ന് UDF-നെ ശക്തിപ്പെടുത്തുക. അത് മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ള വഴി. അല്ല എങ്കിൽ പരാജയപ്പെട്ട് നിങ്ങൾക്ക് LDF-ൽ നിൽക്കാം. ഇല്ലെങ്കിൽ ഈ ജോസ് കെ മാണി വിഭാഗം എന്ന് പറയപ്പെടുന്ന ഇന്നല്ലെങ്കിൽ നാളെ രണ്ടായിട്ട് പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഒരു പിളർപ്പിന് പോലും ശേഷിയില്ലാതെ നിൽക്കുന്ന പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം. അപ്പോൾ അതിനകത്ത് നിന്ന് പല നേതാക്കന്മാരും, ഇപ്പോഴുള്ള നേതാക്കന്മാരിൽ 3 നേതാക്കന്മാരും ഒപ്പം തന്നെ വലിയ അണി വിഭാഗവും ഏകദേശം ഒരു 70% ആൾക്കാരും ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് അടർന്ന് UDF-ന്റെ ഭാഗമാകും, അല്ലെങ്കിൽ PJ ജോസഫിനോടൊപ്പം ലയിക്കും. അങ്ങനെ വിശാല കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അതിൽ തർക്കമില്ലാത്തതാണ്. അതുകൊണ്ട് ഇന്ന് UDF-നോടൊപ്പം വരാൻ താല്പര്യമില്ല എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയപ്പെടുന്ന ജോസ് കെ മാണി ഇന്നല്ലെങ്കിൽ നാളെ, അതായത് എന്തായാലും 2026 മാർച്ചിൽ തന്നെയായിരിക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും അതിന് 1-2 മാസത്തിന് മുൻപ് വലിയ ചർച്ചകൾ വീണ്ടും ഉണ്ടാകും. ഇതൊരു അർദ്ധവിരാമം മാത്രമാണ് എങ്കിൽ ഒരു പൂർണ്ണവിരാമമാകാതെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ മുന്നണി മാറ്റങ്ങൾ ഉണ്ടാകും. ആ മുന്നണി മാറ്റത്തിൽ ജോസ് കെ മാണി അടക്കമുള്ളവർ UDF-ന്റെ ഭാഗമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.